$5K ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ചിൽ 2 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് വന്ന മിസ്റ്റേക്ക് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ആണത്. ഇവിടെ നമ്മളെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു റേഞ്ച് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് മാർക്കറ്റ്. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഒരു മാനിപ്പുലേഷൻ കാണിച്ചു. ദെൻ മേലത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. മോർണിംഗ് ആകുമ്പോഴാണ് അത് നമ്മൾ അറിയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. എനിക്കപ്പോ ഈ ഒരു എൻട്രി മിസ്സായി, ഇവിടുന്ന് താഴോട്ടുള്ള എൻട്രി മിസ്സായി. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഈ ഓൾറെഡി ലിക്വിഡിറ്റി ഇത്രയും സ്വീപ്പ് ചെയ്ത ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ, അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു വിചാരിച്ചു. ബട്ട് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. പിന്നെ എന്താ സംഭവിച്ചു മാർക്കറ്റ്? പിന്നെ നേരെ ആ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് ഒരു പുൾ ബാക്ക് ഒക്കെ കാണിച്ചു. ദെൻ മാർക്കറ്റ് ഫാൾ ഡൗൺ ആയി നേരെ താഴോട്ട് പോയി. ഇവിടെ വന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് ഞാൻ ഹയർ ടൈം ഫ്രെയിം മിസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ 1 ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, മാർക്കറ്റ് നേരെ സ്വീപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്കർ ബ്ലോക്കിലാണ്. ഇത്രയും നല്ലൊരു ഇംബാലൻസ് താഴെ ഉണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ബൈ ചെയ്യാൻ നോക്കി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇവിടെ വാലിഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്, പ്ലസ് ബുള്ളിഷ് FVG ഉണ്ട്. സോ അതിലോട്ടും പ്രൈസ് വന്ന് നേരെ റിജക്റ്റ് ആയി മേലോട്ട് പോയി. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും മോസ്റ്റ് പ്രോബബിൾ ട്രെൻഡ് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവുക. സോ ഡോണ്ട് ട്രേഡ് അഗെയിൻസ്റ്റ് ദി ട്രെൻഡ്. ലോസ് ആയാലും എനിക്ക് വിഷമമൊന്നുമില്ല, നല്ലൊരു മഴയും കിട്ടി, നല്ലൊരു റൈഡും കിട്ടി. സോ കീപ് ഇൻ ടച്ച്.